കെ.ടി. ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ പി.കെ. ഫിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടിയില്ല. കൊപ്പത്തെ ബേക്ക് ഹൌസ് എമ്മി ചിക്കൻ ഹോട്ടൽ തന്റേതാണെന്ന് തുറന്നു സമ്മതിച്ച് പി.കെ. ഫിറോസ്. സത്യം തുറന്നു പറഞ്ഞതിന് നന്ദിയെന്ന് കെ.ടി. ജലീൽ. വിവരങ്ങളുമായി പി.വി. കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, കൃത്യമായ തെളിവുകൾ മുൻനിർത്തിയാണ് കെ.ടി. ജലീൽ പി.കെ. ഫിറോസിനെതിരെയുള്ള ഓരോ ആരോപണങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ അതിനുള്ള ഒരു ചോദ്യങ്ങൾക്ക് വ്യക്തമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു തുക മാസം ഇത്ര 5 ലക്ഷം രൂപയിലധികം ശമ്പളം എങ്ങനെ വാങ്ങുന്നു, എങ്ങനെ ഈ ഒരു പെർമിറ്റ് കാർഡ് സ്വന്തമാക്കി തുടങ്ങിയ കൃത്യമായ ചോദ്യങ്ങളാണ് കെ.ടി. ജലീൽ മുന്നോട്ട് വെച്ചത്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെയുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി.കെ. ഫിറോസ് അതൊക്കെ അംഗീകരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? സിന്ദൂരി, പി.കെ. ഫിറോസിന്റെ അതിശയകരമായി സാമ്പത്തിക വളർച്ചയെപ്പറ്റി കൃത്യമായ തെളിവുകൾ, രേഖകൾ സഹിതമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ.ടി. ജലീൽ വെളിപ്പെടുത്തൽ നടത്തിയത്. മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹം വളരെ കൃത്യമായി ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ തെളിവുകൾ സഹിതം അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമായി ഉന്നയിച്ചിരുന്നു. കോഴിക്കോട്ടെ ടാഗോർ ഹാളിനടുത്തുള്ള പഴയ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ലക്ഷങ്ങൾ മുടക്കി ബ്ലൂഫിൻ എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി പി.കെ. ഫിറോസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ MSFന്റെ ഭാരവാഹിയായിരിക്കെ ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലം കുന്നമംഗലം വില്ലേജിൽ വാങ്ങിയ കാര്യം, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളായി പുറത്തു വന്നത് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന ദുബായിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ 2024 മാർച്ച് മാസം മുതൽ ഫിറോസ് സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണം. അതായത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ദുബായിൽ മാസം ഏകദേശം 5.25 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ ശമ്പളം, അതോടൊപ്പം തന്നെ യാത്രാ ചെലവുമായി ഫിറോസ് കൈപ്പറ്റുന്നു. അത്തരമൊരു ജോലി ഫിറോസിനുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം കെ.ടി. ജലീൽ MLA ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം അതിന്റെ തെളിവുകൾ സഹിതമാണ് അദ്ദേഹം ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ആ വിവരങ്ങൾ പുറത്തുവിട്ട ഘട്ടത്തിൽ തന്നെ കെ.ടി. ജലീൽ പറഞ്ഞത് ഈ അഗ്രിമെന്റിന്റെ ഉൾപ്പെടെയുള്ള കോപ്പികൾ ലീഗ് പ്രവർത്തകർ തന്നെയാണ് തനിക്ക് എത്തിച്ചേർന്നതാണ്. അതോടൊപ്പം തന്നെ ധോത്തി ചലഞ്ചിൽ, യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം നിരവധിയായ വിഷയങ്ങളെ സംബന്ധിച്ച് കെ.ടി. ജലീൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. പാലക്കാട് ജില്ലയിലെ കൊപ്പത്ത് യുമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി ഫിറോസ് വെള്ളടത്ത് മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന ഒരാളെ ബിനാമിയെ, ഈ അഷ്റഫ് എന്ന ബിനാമിയെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഹോട്ടൽ ആരംഭിച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ജലീൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത്ര ദിവസമായിട്ടും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ പി.കെ. ഫിറോസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ അതിശയകരമായ കാര്യം. അതിനിടയിലാണ് പി.കെ. ഫിറോസ് ഇപ്പോഴൊരു FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിനകത്ത് ഈ കെ.ടി. ജലീൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ നേരത്തെ തന്നെ അദ്ദേഹം ബിനാമിയുടെ പേരിൽ പി.കെ. ഫിറോസിനുണ്ടെന്ന് പറയുന്ന ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് പി.കെ. ഫിറോസ് ഫോട്ടോ ഉൾപ്പെടെ FBയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വന്നതിനും ഭക്ഷണം കഴിച്ച അഭിപ്രായം അറിയിച്ചതിനും നന്ദി. ബിസിനസ്സിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിൽ ബിസിനസ്സും ഇല്ല എന്ന ഒരു FB പോസ്റ്റാണ് ഫിറോസ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റിലൂടെ മറ്റൊരു കാര്യം വ്യക്തമാകുന്നത് ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണെന്നാണ്. അതായത് ഈ ഹോട്ടൽ ഫിറോസിന്റെ ബിനാമിയുടേതാണെന്നാണ് ജലീൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിപ്പോൾ പി.കെ. ഫിറോസ് തന്നെ സമ്മതിക്കുന്നു എന്ന് വേണം കരുതാൻ. കുട്ടൻ, ഈ പറഞ്ഞപ്പോൾ തന്നെ ബിസിനസ്സിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിൽ ബിസിനസ് ഇല്ല എന്ന് പി.കെ. ഫിറോസ് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണത് കൃത്യമായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ, നികുതി അടച്ചിട്ടുണ്ടോ തുടങ്ങി കുറേയധികം ചോദ്യങ്ങൾ ആ ഒറ്റ പ്രസ്താവനയിൽ തന്നെ ഉയർന്നു വരികയല്ലേ? തീർച്ചയായും സിന്ധൂരി, വളരെ ഗുരുതരമായ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അതോടൊപ്പം യൂത്ത് ലീഗിന്റെ ഒരു വിഭാഗം നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തു തന്നെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ജലീൽ തന്നെ അത് പറയുന്നുമുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുകളും രേഖകളും ഒക്കെ എത്തിച്ചു നൽകുന്നത്. ഏതായാലും കേരളത്തിലൊരു ധാർമ്മികതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു യുവജന പ്രവർത്തകനാണ് ഇത്തരത്തിൽ അനധികൃതമായ വലിയ രീതിയിൽ സ്വത്തുണ്ടാക്കിയിരുന്ന ആരോപണം വരുന്നത്. അതിന് കൃത്യമായി മറുപടി പറയാൻ പി.കെ. ഫിറോസ് ബാധ്യസ്ഥനാണ്. പക്ഷെ അദ്ദേഹം അതിൽ നിന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആരോപണങ്ങൾ ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തരത്തിലുള്ള മറുപടി പറയാനും ഫിറോസ് തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫിറോസിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരാൻ ലീഗ് നേതാക്കളും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സിന്ധൂരി,
കുട്ടൻ, ഈ അന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ KT ജലീൽ നടത്തിയ ആ ഒരു മാധ്യമ വാർത്തയിൽ, അല്ലെ ആ ഒരു മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, PK ഫിറോസ് സെയിൽ ചെയ്തത് ലീഗിനെ തന്നെയാണ്. ആ ലീഗിലെ ഓരോ പ്രവർത്തകരെയും അല്ലെങ്കിൽ അവർ അവരുടെ നന്മയുടെ പുറത്ത് മുന്നോട്ട് വെച്ച സംഭാവനകളെ പോലും സെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് PK ഫിറോസ് എടുത്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അന്ന് അദ്ദേഹം പറഞ്ഞ KT ജലീൽ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാന ആരോപണം, താനൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ മത്സരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങൾ അത് വളരെ കൃത്യമായി തെറ്റായ വിവരങ്ങളായിരുന്നു PK ഫിറോസ് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 2021 ഇലക്ഷനിൽ 25 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പിന്നീട് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഇത്ര വലിയ ഒരു സാമ്പത്തിക അവസ്ഥ, ഇത്ര വലിയൊരു സമ്പാദ്യം ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, തെരഞ്ഞെടുപ്പിനെ, ജനാധിപത്യത്തെ എല്ലാം വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് PK ഫിറോസിൻ്റെതെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാവുകയല്ലേ? ഇതൊരു അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 2021 ഫിറോസ് താനൂരിൽ മത്സരിക്കുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ 25 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത തനിക്കുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നത്. അതിന്റെ കോപ്പി ഉൾപ്പെടെ KT ജലീൽ പുറത്തുവിട്ടിരുന്നു. അന്ന് ഇത്തരത്തിൽ 25 ലക്ഷം രൂപയുടെ കടക്കാരനായ ഫിറോസ് 2024 ആയപ്പോഴേക്ക്, അതായത് 3 വർഷം ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയിലേക്ക് എങ്ങനെ എത്തിയെന്നും അതോടൊപ്പം തന്നെ 5.4 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നവരായി മാറിയത് എങ്ങനെയെന്ന് ഒക്കെയുള്ള വലിയ ദുരൂഹതകളുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ജലീൽ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലഭ്യമായ എല്ലാ രേഖകളും, അതായത് ജലീലിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും അന്വേഷണ ഏജൻസികൾക്ക് ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച് വളരെ ദുരൂഹമായ വിവരങ്ങൾ തന്നെയാണ് ഏതായാലും പുറത്തു വരുന്നത്. പക്ഷേ ഫിറോസ് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് വളരെ ആശ്ചര്യകരമാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫിറോസിന് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ അത് ഈ ആരോപണം ഉന്നയിച്ച KT ജലീലിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു FB പോസ്റ്റിലൂടെ, ആ FB പോസ്റ്റും ഫിറോസിന് തന്നെ തിരിച്ചറിയിരിക്കുകയാണ്. അതായത് ജലീൽ തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ പറയുന്ന ഹോട്ടൽ ഫിറോസിന്റെ ബിനാമിയുടേതാണെന്ന്. അവിടെ ഭക്ഷണം കഴിച്ച ജലീലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫിറോസ് തന്നെ പോസ്റ്റ് ഇടുന്നതിലൂടെ ആ ജലീൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് വരികയാണ്. അതായത് കൃത്യമായ രീതിയിൽ ഒരു ഇത്തരത്തിലൊരു പോസ്റ്റിലൂടെ തന്നെ KT ജലീൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും സത്യമാണ്, അതിലൊന്നും ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് PK ഫിറോസ് പറയുകയാണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. അതുമാത്രമല്ല കുട്ടൻ, ഒരു മാഫിയ സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഒരു ഹവാല ഇടപാടുകൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്നെല്ലാം അദ്ദേഹം KT ജലീൽ പറയുകയുണ്ടായി. കൃത്യമായ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളുടെ പിന്നിലും തട്ടിപ്പ് നടത്തുന്നത്. ദോത്തി ചലഞ്ചിൻ്റെ പിന്നിൽ 200 രൂപയുടെ വസ്ത്രമാണ് 500 രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്ത് നടപടികൾ, ഇതിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒരാളാണ് PK ഫിറോസ് എന്ന് നമ്മുടെ മുന്നിലേക്ക് വ്യക്തമാവുകയല്ലേ? ദോത്തി ചലഞ്ചിന്റെ പേരിൽ 2 ലക്ഷം മുണ്ടുകൾ വിൽക്കുമെന്നായിരുന്നു യൂത്ത് ലീഗ് കമ്മിറ്റി നേരത്തെ അറിയിച്ചത്. പക്ഷേ 2,72,000 മുണ്ടുകൾ കീഴ് കമ്മിറ്റികൾ മുഖേന വിതരണം ചെയ്തു എന്നാണ് പുതിയ കണക്കുകൾ. 500 രൂപയുടെ തുണിയെന്നാണ് ഫിറോസ് സഹപ്രവർത്തകരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നാൽ 200 രൂപ പോലും മൊത്തത്തിലെടുക്കുമ്പോൾ വില വരാത്ത തുണികളാണ് ഇത്തരത്തിൽ 600 രൂപയ്ക്ക് തങ്ങളെ കൊണ്ട് വിറ്റഴിപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ അപമാനിതരാക്കിയത് എന്ന ആക്ഷേപം ഒട്ടുമിക്ക ശാഖാ കമ്മിറ്റികൾ ഉന്നയിച്ചതായും KT ജലീൽ പറയുന്നുണ്ട്. ഒരു യൂത്ത് ലീഗ് നേതാവാണ് 2 തവണ അലക്കിയപ്പോഴേക്ക് കളർ മങ്ങിയ ആ തുണി KT ജലീലിനെ ഏൽപ്പിച്ചെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ തുണിമില്ലുമായി നടത്തിയ ഡീലിന്റെ ഭാഗമായി വലിയ ലക്ഷക്കണക്കിന് രൂപ ഇതുവഴി PK ഫിറോസ് കൈപ്പറ്റി എന്നുള്ള ആരോപണം ജലീൽ ഉന്നയിക്കുന്നു. ഇങ്ങനെ ഫണ്ട് ശേഖരിച്ച് ദുബായിലേക്ക് റിവേഴ്സ് ഹവാല വഴി എത്തിച്ച പണം അങ്ങനെ അവിടെ നിക്ഷേപിച്ചിട്ടാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന സംരംഭം തുടങ്ങിയതെന്നും അന്വേഷിക്കണമെന്നും KT ജലീൽ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, പൊതുപ്രവർത്തകരുടെ അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഈ ഹവാല ഇടപാട് ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ട്. അതൊക്കെയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം നടത്തണമെന്നും ജലീൽ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, വ്യക്തമാണ്.